കോൺഗ്രസ് ഭരണകാലത്ത് 10 കൊല്ലം ഈ മന്ത്രിസഭയുടെ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ആയിക്കോട്ടെ. മുളകൂടി കണ്ണു ചൊറിഞ്ഞു, വിവരമറിഞ്ഞു. നരേന്ദ്രമോദിയെ പറ്റി എവിടെയെങ്കിലും 1 രൂപയുടെ അഴിമതി ആരോപണം ഇത് കഴിഞ്ഞു പോയാൽ പിന്നെ അവര് പോകുന്ന വഴി തിരിഞ്ഞു നോക്കത്തില്ല. ഈ 10 കൊല്ലത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് നിങ്ങളുടെ ബില്ല് വിട്ടുകൊണ്ടെന്ന് പറഞ്ഞു? നമ്മുടെ തലമുറയ്ക്കോ ക്ഷീണം സംഭവിച്ചു. നമുക്ക് പറ്റിയ ചരിവ് വരും തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലവും. NDA സ്ഥാനാർത്ഥിയെ വൈകിയാണ് തീരുമാനിച്ചതെങ്കിലും വലിയ രീതിയിലുള്ള ഇലക്ഷൻ പ്രചരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. NDA സ്ഥാനാർത്ഥിയായി G കൃഷ്ണകുമാർ കൊല്ലത്ത് ജനവിധി തേടുമ്പോൾ തൊഴിലാളി മേഖലകളിലെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ആവശ്യങ്ങൾ മനസ്സിലാക്കി വോട്ടഭ്യർത്ഥിക്കുകയാണ്. രണ്ട് ലക്ഷത്തോളം തൊഴിലാളികൾ വർക്ക് ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു കശുവണ്ടി മേഖല. ഇന്ന് 25,000-ൽ താഴെയുള്ളൂ. നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെ 750ഓളം ഫാക്ടറികൾ ഉണ്ടായിരുന്നു. ഇന്ന് 70ഓളം ഫാക്ടറികൾ. ഇതിന്റെ കാരണം എന്തെന്നും നിങ്ങൾക്കറിയാം. അപ്പൊ ഇടത് വലത് മുന്നണികൾ നമ്മളിവിടെ ഭരിച്ച് നമ്മുടെ നാടിനെ അവഗണിച്ച് സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടിപ്പോയി. അപ്പൊ എന്താ പറ്റുന്നത്? തൊഴിലില്ലാതാവും. ഞാൻ എപ്പോഴും ആലോചിക്കും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തോറ്റ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ. പക്ഷെ അവിടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചു കാണും. പാർട്ടിയിലോ ഒന്നും ഒരു MP MLA അല്ലാത്ത എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ നരേന്ദ്രമോദിയുമായി നല്ല ബന്ധത്തിൽ അദ്ദേഹമാണ് എന്നെ കൊല്ലത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ESI, PF ഇത് മുഴുവൻ നിങ്ങളിൽ നിന്ന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ തൊഴിൽശാലകളിൽ 2 കൂട്ടരെയും ചേർത്തുകൊണ്ടുള്ള പാക്കേജാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. മുതലാളിയും വേണം, തൊഴിലാളിയും വേണം. ഇത് എന്ത് പറ്റുന്നു? 2 കൂട്ടരെയും നശിപ്പിച്ച് നമ്മുടെ നാടിനെ ഇല്ലാതാക്കുക. നിങ്ങൾ ആലോചിക്കൂ. ഉറപ്പുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര് ജയിക്കുന്ന ഉറപ്പില്ല. ഇത്തവണ നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചോളൂ, നിങ്ങളുടെ മനസ്സിലറിയാം ഇത്തവണ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി 400-ലധികം സീറ്റോട് കൂടി ജയിച്ചു വരാൻ പോകും. ആ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് തരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരിക. ഈ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടത്തെ MP ഇതിപ്പോ 5ാമത്തെ തവണ മത്സരിക്കാൻ പോകുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് 10 കൊല്ലം ഈ മന്ത്രിസഭയുടെ ഭാഗമായിരുന്ന വ്യക്തി അന്നെന്താ റെയിൽവേ സ്റ്റേഷൻ വികസനം കൊണ്ടുവരത്ത്? അന്നെന്താ ഈ അടഞ്ഞു കിടന്ന ഹൈവേ നന്നാക്കുന്നത്? താമരയാണ് ശരിയായ ചിഹ്നം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ബോധമുണ്ടാവണം. ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഗുണകരമാവുന്ന പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക. വേറൊന്നും ചോദിക്കാനില്ല. നിങ്ങളുടെ നന്മയ്ക്ക് ഞാൻ എന്നും പ്രാർത്ഥിക്കും. കൂടെ ഉണ്ടാവും. നന്ദി, നമസ്തേ. ഇപ്പൊ തന്നെ ഈ നമ്മുടെ നാട്ടില് കശുവണ്ടിയുടെ വിലയും കൂടി, കശുവണ്ടിയുടെ ഉപയോഗവും കൂടി ലോകം മുഴുവൻ. എന്തുകൊണ്ട് ഇന്നത്തെ പൈസ വരുന്നില്ല? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വിറ്റ് പോകാത്തൊരു സാധനമാണെങ്കിൽ ഓക്കെ, നോക്കാം, നമുക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടാക്കാം. ആദ്യം ഇലക്ഷൻ കഴിയട്ടെ. ആയിക്കോട്ടെ. നമസ്കാരം. നിൽക്കട്ടെ. അല്ല, അവിടെ ഓക്കെ. പെൺകുട്ടികൾ എത്ര പേർക്കുണ്ട്? ആരേ? അപ്പൊ എളുപ്പം മനസ്സിലായി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നോക്കാം, ബാക്കി ദൈവത്തിന് വിടാം.
ജയിച്ചില്ലെങ്കിലും വരും. എന്റെ ഒരു പ്രത്യേകത. ജനങ്ങൾ നൽകുന്ന വലിയ സ്വീകാര്യത കൊല്ലത്തിന് മാറ്റം ആവശ്യമാണെന്നതിനുള്ള തെളിവാണെന്ന് കൃഷ്ണകുമാർ പറയുന്നു. കഴിഞ്ഞ ദിവസം മുഖത്തലയിൽ ഫാക്ടറി തൊഴിലാളികളെ കാണാനെത്തിയപ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞും ഒപ്പം നിന്ന് ഫോട്ടോയെടുത്തും സ്നേഹം പങ്കിട്ടു. തൊഴിലാളികളുടെ കയ്യിൽ പറ്റിയിരുന്ന മുളകുപൊടി കണ്ണ് നീറ്റിയപ്പോൾ സാരമില്ല സ്നേഹം കൊണ്ടല്ലേ എന്നായിരുന്നു സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ മറുപടി. മുളക് വല്ലതും ഉണ്ട് ഇവിടെ പൊടിക്കുന്നുണ്ടോ? ഓ, കയ്യിൽ മുളകുണ്ടായിരുന്നു. അതൊരു രസമാ, നല്ലതാ. കൈ കൊടുത്തില്ലേ മുളക് പൊടി, കണ്ണു ചൊറിഞ്ഞു, വിവരമറിഞ്ഞു. അത് നല്ലതാ. ഇടയ്ക്ക് കുറച്ച് കണ്ണീരൊക്കെ വരുന്നത് നല്ലതാ. കരയാറേ ഇല്ല ജീവിതത്തിൽ. നോക്കട്ടെ നമസ്തേ. നമുക്ക് ഏത് പാർട്ടിയാണെങ്കിലും കുഴപ്പമില്ല. കാരണം എന്നറിയോ, അവസാനം മനുഷ്യരാ. നമ്മളെല്ലാം തട്ടിപ്പോകും. കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP എല്ലാം മരിക്കും. അതിനിടയ്ക്ക് ഒരു സൗഹൃദം, അത്രേ ഉള്ളൂ. ഒരുപാട് കുട്ടികൾ, ആൺപിള്ളേരായാലും പെൺകുട്ടികളായാലും പഠിച്ച് ഇഷ്ടം പോലെ നല്ല വിദ്യാഭ്യാസം ചെയ്ത് PSC എഴുതി ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നവരുണ്ട്. എല്ലാ മേഖലകളിലും ഒരുപാട് ഒഴിവുകൾ കിടപ്പുണ്ട്. ഒന്നും നികത്തുന്നില്ല. ഇതുവരെ ഒരു പാർട്ടിക്കാരും കയറിയിട്ട് നികത്തിയിട്ടില്ല. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നമ്മള് കഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട പൈസ കൊടുത്ത് മക്കളെ പഠിപ്പിക്കുന്നു. എന്തിനാണ്? അവർക്ക് ജോലി കിട്ടാൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രശ്നം തൊഴിൽ ശാലകളില്ല. ഉള്ള ശാലകളിൽ തന്നെ എന്താണ്? പിൻവാതിൽ നിയമനം. അപ്പൊ എന്താ പറ്റുന്നത്? അപ്പൊ എന്തു പറ്റുന്നു? അത് നിർത്തലാക്കണം. എന്താ ചെയ്യേണ്ടത്? ആരാണ് ഈ പിൻവാതിൽ നിയമനം നടത്തുന്നത്? സർക്കാരിൽ മന്ത്രിമാർ, അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർ, അവരുടെ മക്കൾക്ക്. ഈ സർക്കാരിനെ ആരാണ് നമ്മൾ കൊണ്ടുവന്നത്? നമ്മൾ തന്നെ വോട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മൾ തെറ്റായ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി, വരും തലമുറയ്ക്കാണ് നമ്മൾ പാര വെക്കുന്നത്. അത് തടസ്സം നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോ എത്ര BJP എതിർത്താലും സത്യസന്ധമായി എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിജിയെ പറ്റി എവിടെയെങ്കിലും 1 രൂപയുടെ അഴിമതി ആരോപണം നടക്കരുത്. ഏത് പാർട്ടിയിലുള്ള നിങ്ങൾ വിശ്വസിച്ചു. സത്യം അതാണ്. അപ്പോ നമ്മുടെ വഴിമുടക്കി നമ്മൾ തന്നെ ആവരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി കൊടുക്കേണ്ടത് നമ്മളാണ്. ഇത്രേ പറയാനുള്ളൂ. തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. ഈ കേരളം വിട്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല. ഇവിടെ ജീവിക്കണം. അതിന് ഈ വരുന്ന 26-ാം തീയതി മറക്കാതെ വോട്ട് ചെയ്യും. മാറ്റം വരുത്തും. ഒരു ദിവസം എല്ലാവരും മാറ്റത്തില്ല, കുറച്ച് സമയമെടുത്ത് നമുക്ക് നല്ല ജീവിതം ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ഇലക്ഷൻ മുഖേന ഈ കമ്പനി വാതിലുകളിൽ ഇതുപോലുള്ള നേതാക്കന്മാര് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞു പോയിരുന്നാൽ ഇവിടെ വന്നിട്ടുള്ളവരുടെ കാര്യം ഞാൻ പറയുമോ? ഇത് കഴിഞ്ഞു പോയാൽ പിന്നെ അവര് പോകുന്ന വഴി തിരിഞ്ഞു നോക്കത്തില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ട് കുറച്ച് കാലമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഞാനും പലരും എന്റെ വീട്ടിൽ നോട്ടീസുമായിട്ട് വന്ന് തന്നു. ഞാൻ നോട്ടീസ് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, 5 കൊല്ലം കഴിഞ്ഞ് എന്റെ ജീവിതം എവിടെ എത്തും? ഒന്നുമായില്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ തന്നെ. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനം പറഞ്ഞു പറയത്തിന്റെ കാര്യം എന്നറിയോ? നമ്മൾ പറയുന്നതേ ചെയ്യാവൂ, ചെയ്യാൻ കഴിയുന്നതേ പറയാവൂ. ഞാൻ എപ്പോഴും ആലോചിക്കും വെച്ചാൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ 4 പെൺമക്കളുടെ ഒരു പിതാവാണ്. നിങ്ങളെ പോലെ തന്നെ ചിന്തിക്കുന്നത്. കാരണം 5 സ്ത്രീകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ പറയുന്നതൊന്നും ഇവിടെ നടന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പറയട്ടെ, കുറച്ചു കാലമായിട്ട് നരേന്ദ്രമോദി എന്നൊരു വ്യക്തി പ്രധാനമന്ത്രിയായിട്ട് 10 വർഷമായി. അദ്ദേഹം കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിങ്ങൾ അംഗമായിക്കണം. ഒന്നിൽ ജൽജീവൻ, ഇതൊരു പൈപ്പ് വെള്ളം നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പെൻഷൻ കേന്ദ്രത്തിന്റെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ആരോഗ്യപരമായ ഇൻഷുറൻസ് കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ട് ആർക്കെങ്കിലും? ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നേ. ഈ കമ്പനിയിൽ ജോലിയില്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെ ജീവിച്ചെന്നറിയോ? ഓരോ വീടുകളിൽ പോയി തേച്ച് മടക്കിയ ഈ പെൻഷന്റെ രീതി ഉണ്ടായിരുന്നു. പോകത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പെൻഷൻ കിട്ടിയതായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നില്ലേലും 10 ദിവസം അല്ലെ 5 ദിവസമെങ്കിലും ഞങ്ങൾ ജീവിക്കും. ഇത് 8 മാസമായി. കൃഷ്ണകുമാർ ലോക്സഭാ സ്ഥാനാർത്ഥിയല്ല. ഞാൻ എല്ലാവർക്കും പറയും, ഞാൻ പൊതുവെ വോട്ട് ചോദിച്ചാൽ
2 ലക്ഷത്തോളം തൊഴിലാളികളുണ്ടായിരുന്നു. ഇപ്പോൾ 25,000 200 ചില്ലാനും ഫാക്ടറികളുണ്ടായിരുന്നു. BJP വന്നാൽ മുസ്ലിങ്ങൾക്ക് എന്തോ സംഭവിക്കും, ക്രിസ്ത്യൻസിന് എന്തോ സംഭവിക്കും, ന്യൂനപക്ഷങ്ങളെ ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 10 കൊല്ലത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് നിങ്ങളുടെ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും അത്തരം പ്രശ്നമുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ജോലി സാഹചര്യം ഉണ്ടാകും. ഒറ്റ കാര്യം മനസ്സിലാകും, എന്തൊക്കെ നിങ്ങളുടെ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു മുസ്ലിമിനും ഇന്ത്യയിൽ, ഒരു ന്യൂനപക്ഷ മുസ്ലിം തന്നെ ഇതിനെ പറഞ്ഞു ഉണ്ടാക്കും. ചില പാർട്ടികളിലെ ചില രാഷ്ട്രീയക്കാരെ ഇളക്കി വിടുന്നതല്ലാതെ ഇവിടെ എന്റെ ഏറ്റവും അബ്സല്യൂട്ട്ലി മുഖത്തലയിൽ ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം റോഡ് ഷോയും നടന്നു. ജനങ്ങൾ നൽകുന്ന വലിയ പിന്തുണ വിജയപ്രതീക്ഷ കൂട്ടുകയാണെന്ന് കൃഷ്ണകുമാർ ന്യൂസ് കണ്ടിനോട് പ്രതികരിച്ചു. മേഖലയിലും തൊഴിൽ രംഗത്തും 10% സംവരണം ഏർപ്പെടുത്തിയത് മോദിയുടെ ഗ്യാരണ്ടി. കൊല്ലത്ത് നല്ല ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്ത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഒരു അലയടിക്കുകയാണ്. മോഡി വേവ് എന്നൊക്കെ പണ്ട് പറയും. ഇത്തവണ കാണാൻ പറ്റാത്ത അടിയൊഴുക്കാണ്. കാരണം ആദ്യത്തെ 5 വർഷം വികസന പദ്ധതികൾ അനൗൺസ് ചെയ്തു. ഇപ്പോൾ അത് കണ്ടു തുടങ്ങുകയാണ്. ഞാൻ എപ്പോഴും പറയും, വികസനം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, വികസനം വീഥികളിൽ കാണേണ്ടതാണ്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ആയിക്കോട്ടെ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ റിനോവേഷൻ്റെ വർക്ക് ആയിക്കോട്ടെ, ഈ 40 വർഷത്തോളം അടഞ്ഞു കിടന്ന കൊല്ലം ബൈപ്പാസ് ഇപ്പോൾ പണി തുടങ്ങി. അതിൻ്റെ 2ാം ഘട്ടവും ആരംഭിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിപ്പോൾ നോക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ തലമുറയ്ക്കോ ക്ഷീണം സംഭവിച്ചു, നമുക്ക് പറ്റിയ ചരിവ് വരും തലമുറയ്ക്ക് വരാതിരിക്കാനായിട്ട് ചിന്തിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ അടിയൊഴുക്ക് എന്ന് വെച്ചാൽ എല്ലാ പാർട്ടികൾക്കും ജാതി മത ഭേദം അന്യേ, അതായത് മോഡിജി പറയുമല്ലോ സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ളതാണ്. ഈ വരുന്ന വികസനങ്ങളൊന്നും ഒരു മതസ്ഥർക്കോ ഒരു പാർട്ടിക്കാർക്കോ ഉള്ളതല്ല, എല്ലാ ഭാരതീയർക്കും വേണ്ടിയുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരോളം ഇന്ത്യ ഒട്ടുക്കടിക്കുന്നു, കേരളത്തിലടിക്കുന്നു, കൊല്ലത്തും അടിക്കുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം, ആദ്യ ദിവസം വന്നിറങ്ങിയ മുതൽ ഇപ്പോൾ വരെയുള്ള ഈ ഓരോ റോഡ് ഷോയിലെ ആൾ പങ്കാളിത്തം, പാർട്ടിയുടെ പങ്കാളിത്തമല്ല, ജനപങ്കാളിത്തം, പൊതുജന പങ്കാളിത്തം. അല്ല, മാറ്റം ജനങ്ങളുടെ മാത്രമല്ല, മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. അതുകൊണ്ട് മാറ്റം വന്നേ പറ്റൂ, മാറ്റം അനിവാര്യമാണ്, മാറ്റം ഉടനെ കാണാം ജൂൺ 6-ന്. ഈ സംഗമ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു.